മച്ചാമാരെ, എൻ്റെ വീട്ടിലെ ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്ഡോർ CCTV ക്യാമറയാണ് ഇത്. ഈ ഒരു ക്യാമറ നിലവിൽ വർക്ക് ചെയ്യുന്നത് വൈഫൈ ഉപയോഗിച്ചിട്ടാണ്. ഇതിന് തന്നെ 4G സിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ക്യാമറയും നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഒരുപാട് ക്യാമറകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹിക്വിഷൻ്റെ CCTV ക്യാമറ ആണ്. ഇത് ഔട്ട്ഡോർ CCTV ക്യാമറ ആണ്. 4 MB ആണ് ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി വരുന്നത്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെയിൻറ്റും ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ആമസോൺ രണ്ടും കൂടെ കൂടി ഒരു പെട്ടിക്കകത്ത് അയച്ചു തന്നു. എന്തായാലും ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഒരു 4 മാസമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് മഴ പെയ്യുന്ന സമയത്ത് ഇത് നനയാണ്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മഴയത്ത് കുറച്ച് മോശം പിക്ചറാണ് ലഭിക്കുന്നത്. അതല്ലാണ്ട് നോക്കുമ്പോൾ പക്കയാണ്. പിന്നെ ഈ ഒരു ക്യാമറ ഔട്ട്ഡോർ വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുന്ന വണ്ടിയുടെ നമ്പറൊക്കെ കിട്ടും. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും കിട്ടില്ല. കാരണം ആ ഒരു വണ്ടി നല്ല ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്പർ പ്ലേറ്റ് കിട്ടില്ല. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു വളവും വരുന്നു, ഒരു ഇറക്കവും വരുന്നു. അതുകൊണ്ട് വണ്ടി പതുക്കെ സ്ലോയിലാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയുടെയും നമ്പർ പ്ലേറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാമറയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ ഔട്ട്ഡോർ വയ്ക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാവർക്കും ക്യാമറ വെച്ച കാര്യം മനസ്സിലാവും. ഹിക്വിഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സബ് ബ്രാൻഡായ എസ്യൂസ് എന്ന് പറഞ്ഞ ടീംസാണ് ഈ ഒരു ക്യാമറ മാർക്കറ്റിൽ ഇറക്കുന്നത്. CCTV ക്യാമറ രംഗത്ത് ഒരു നല്ല അടിപൊളി കമ്പനി തന്നെയാണ് ഇത്. നമ്മളിത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ആമസോണിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഏകദേശം 4300 രൂപയ്ക്കാണ് ഈ ഒരു ക്യാമറ നമ്മൾ വാങ്ങിയത്. ഈ കാണുന്ന ഒരു വയർ പവർ സപ്ലൈ കൊടുക്കാനും ഒരെണ്ണം നമുക്ക് മോഡത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിലേക്ക് ഇൻ്റർനെറ്റ് കൊടുക്കാൻ സാധിക്കും. 4G സിം ഇടുന്ന സാധനവും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ല. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടിയും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഈ കാണുന്ന 2 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റണം. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ 4G സിം ഉപയോഗിക്കുന്ന മോഡലാണെങ്കിൽ 4G സിമ്മും ഇട്ട് കൊടുക്കണം. ഇതിന് മെമ്മറി കാർഡ് ഉപയോഗിച്ചാണ് ഇതിനകത്ത് റെക്കോർഡിംഗ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ക്ലൗഡ് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് അവിടെയും സ്റ്റോർ ചെയ്യാം. മച്ചന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടുന്നത്. ഇത് ആമസോൺ ബേസിസിൻ്റെ മെമ്മറി കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തതിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും അടിപൊളി മെമ്മറി കാർഡ് ആമസോണിൻ്റെ ആണ്. ഇത് 128 GB മെമ്മറി കാർഡാണ്. ഇത് ഏകദേശം ഒരു 7 ദിവസമൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്യാമറ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അന്നേരത്തേക്കും ക്യാമറ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെമ്മറിയുടെ സെറ്റപ്പ്. ഈ കാണുന്ന പോലെ മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കവർ അങ്ങ് സ്ക്രൂ ഇട്ട് മുറുക്കുക. അങ്ങനെ സ്ക്രൂ ഇട്ട് മുറുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ഈ ഒരു മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ കാണുന്ന സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം സെറ്റാക്കുന്നത്. ഈ സാധനമൊക്കെ പ്ലാസ്റ്റിക്കാണ്. ആരെങ്കിലും വന്നിട്ട് വലിച്ചൊടിച്ച് കഴിഞ്ഞാൽ ക്യാമറ അവരുടെ കയ്യിലിരിക്കും, അത്ര തന്നെ. ഇതാണ് ഈ ഒരു ക്യാമറയ്ക്ക് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡാപ്റ്റർ. 12 വോൾട്ടിൻ്റെയാണ്. ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഇത് നല്ല പ്രൈസുള്ള ക്യാമറ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ഒരു അഡാപ്റ്ററാണ് കമ്പനി തന്നിരിക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കണക്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പവർ സപ്ലൈ ആയി. ഇത്രേ ഉള്ളൂ. ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി നമ്മൾ മഴ നനയാണ്ടിരിക്കാനും വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ്. ഇത് നമ്മുടെ ഡിഷ് ടി വിയുടെ ഒക്കെ പരസ്യം വയ്ക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കുടയാണ്. പിന്നെ ആണെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് ചൂട് താഴ്ത്തു വരാണ്ടിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ മഴ പെയ്താലും നല്ല അടിപൊളി പിക്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നല്ല അടിപൊളി മഴയും ഒരു മഞ്ഞ് പോലത്തെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒരു പിക്ചറും കിട്ടുന്നില്ല. തൊട്ടടുത്ത് ആരെങ്കിലും വന്നാലും വ്യക്തമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതുള്ള കാര്യം ഉള്ള പോലെ പറയാം. ഇതാണ് ക്യാമറ സെറ്റ് ചെയ്തതിൻ്റെ ഒരവസ്ഥ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. റോട്ടിൽ നിന്ന് പോകുമ്പോൾ ഇത് കാണാൻ തന്നെ ഒരു ലുക്കുണ്ട്. ഇതുണ്ടോ, ഈ അടിയിൽ നിന്നാണെങ്കിൽ കണ്ട പയറൊക്കെ പടർന്നു കയറി സാധനം കാടൊക്കെ പിടിച്ചു തുടങ്ങി. ഇതിപ്പോൾ എല്ലാ മാസവും നമ്മൾ കാട് വെട്ടേണ്ട ഒരു അവസ്ഥയാണ്. കണ്ടോ, ഇത് ഏതാണ്ട് കൂടൊക്കെ പൊട്ടിച്ചേക്കാൻ അവിടെ. ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ കണ്ട ജീവികളൊക്കെ കൂടൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ അതൊക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാ മാസം കയറി ക്ലീൻ ആക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാനിതേ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഒരു ക്യാമറ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്യാമറയിൽ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. പിന്നെ ആണെങ്കിൽ ഈ ഒരു ക്യാമറ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റും എന്തൊക്കെ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അടിപൊളി ഒരു സെറ്റപ്പാണ്. നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റിയാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. പിക്ചറിൻ്റെ കാര്യം എന്ന് പറയേണ്ട അടിപൊളി ക്ലാരിറ്റിയാണ്. പിന്നെ ആണെങ്കിൽ ആകെ ഇതിനകത്ത് നെഗറ്റീവ് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ
ആരെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാമറയുടെ തൊട്ടടുത്ത് എന്തെങ്കിലും വസ്തു വന്നിട്ട് തടഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അവിടെ ഇരിക്കും. പിന്നെ ക്യാമറ തിരിച്ചു വരില്ല. പിന്നെ ക്യാമറ തിരിച്ചു പോകണമെങ്കിൽ വല്ല കറണ്ടും പോയിട്ട് തിരിച്ചു തന്നെ. ഈ ക്യാമറ വെച്ച സമയത്തേ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കപ്പളം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ തിരിഞ്ഞിട്ട് ആ കറക്റ്റ് കപ്പളത്തിൻ്റെ അവിടെ വരുമ്പോൾ ഈ ക്യാമറ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ തിരിച്ചു പോയില്ലായിരുന്നു. ഇപ്പോൾ കപ്പളം അവിടെ നിന്ന് ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് വേറെ ഒരു തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ക്യാമറ തിരിച്ച് കറങ്ങിപ്പോയി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് പഴയ പൊസിഷനിൽ തന്നെ വന്നേക്കും. ഈ ഒരു ക്യാമറ റൊട്ടേറ്റ് ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് നിർത്താനും നമുക്ക് പറ്റും. അതിനുള്ള ഓപ്ഷനും ഈ ആപ്പിലുണ്ട്. ഈ ഒരു ക്യാമറയെ കൺട്രോൾ ചെയ്യുന്നത് ഫുള്ള് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അതല്ലാണ്ട് ഈ ക്യാമറയിൽ വേറെ സ്വിച്ചും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. റീസെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ ഒരു ക്യാമറ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്പൊക്കെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ആ ഒരു യൂസർ മാനുവലിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ആപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ, സാധാരണക്കാർക്ക് വരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓരോ നോട്ടിഫിക്കേഷനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ആരെങ്കിലും ക്യാമറയുടെ മുമ്പിൽ വന്നാലൊക്കെ അതൊക്കെ സെറ്റിങ്സിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, നിങ്ങളുടെ താല്പര്യം പോലെ തന്നെ. പിന്നെ ഈ ഒരു ക്യാമറയിലെ നൈറ്റ് വിഷനിലും പകൽ സമയത്തും പിന്നെ വണ്ടി പോകുമ്പോഴും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. താമസിക്കാണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല കറക്റ്റായിട്ട് ആ ഒരു സെയിം ക്വാളിറ്റി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.